ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം കോൾസ് ആണ്. അപ്പൊ സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ റൊട്ടീൻസ് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്റ്റം കോൾ ആണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് യൂസർ മോഡാണ്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള ഫംഗ്ഷനാലിറ്റീസ് എഴുതി വെച്ചിരിക്കുന്ന മോഡിനെ നമ്മൾ കേർണൽ മോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണ്? ഈ സിസ്റ്റം കോൾസ് വഴിയാണ്. അതിനകത്ത് ആദ്യത്തെ സിസ്റ്റം കോൾ നമുക്ക് നോക്കാം, ഫോർക്ക് സിസ്റ്റം കോൾ. ഫോർക്ക് സിസ്റ്റം കോൾ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ എക്സാക്ട് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് സിസ്റ്റം കോൾ ഉപയോഗിക്കുന്നത്? ഫോർക്ക് സിസ്റ്റം കോൾ ഉപയോഗിക്കുന്നത്. ഈ ഫോർക്ക് സിസ്റ്റം കോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ആർഗ്യുമെന്റ്സും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ആ ബ്രേസിന്റെ ഉള്ളിൽ ഒരു ആർഗ്യുമെന്റ്സും ഇല്ല. ഈ ഫോർക്ക് സിസ്റ്റം കോൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു പ്രോസസ് ഐ ഡി ആയിരിക്കും. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഫോർക്ക് സിസ്റ്റം കോൾ നമ്മൾ ഏത് പ്രോസസ്സാണോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ രണ്ടുപേരും എന്നിട്ട് കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആരൊക്കെ? ഏത് പ്രോസസ്സിന്റെ ആണോ കോപ്പി ക്രിയേറ്റ് ചെയ്ത ആ പ്രോസസ്സും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ചൈൽഡ് പ്രോസസ്സും. അപ്പൊ പേരന്റും ഈ ചൈൽഡും കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എവിടെ മുതൽ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഫോർക്ക് കോൾ ചെയ്ത സ്റ്റേറ്റ്മെന്റിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും രണ്ടുപേരും എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി നമുക്ക് ഈ പേരന്റിനെയും ചൈൽഡിനെയും തമ്മിൽ തിരിച്ചറിയണം. അതിന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഫോർക്കിന്റെ റിട്ടേൺ വാല്യൂ ചെക്ക് ചെയ്താൽ മതി. റിട്ടേൺ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചൈൽഡ് പ്രോസസ്സിലാണ്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് സം പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആക്ച്വലി ആ പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ചൈൽഡ് പ്രോസസ്സിന്റെ പ്രോസസ് ഐ ഡി നമ്പർ ആയിരിക്കും. അവിടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെ അതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാരന്റിലാണ്. അതല്ല, ഫോർക്കിൽ നിന്ന് റിട്ടേൺ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഫോർക്ക് സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, ഒരു ഫോർക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോർക്ക് സിസ്റ്റം കോൾ വെച്ചിട്ട് നമ്മൾ ഒരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു 0 വാല്യൂം ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അത് സക്സസ്ഫുൾ ആണ് എങ്കിൽ 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈൽഡിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് പേരന്റും ഉണ്ടാവും, ആ പേരന്റിന്റെ കറസ്പോണ്ടിങ് ചൈൽഡും ഉണ്ടാവും, അതിന്റെ കോപ്പിയും ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് റിട്ടേൺ വാല്യൂ നമ്മൾ 0യിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം വി ആർ ഇൻ ദ ചൈൽഡ് പ്രോസസ്. അതല്ല, നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? പാരന്റ്. പോസിറ്റീവ് വാല്യൂ ഇൻ ദ സെൻസ് ദാറ്റ് ഈസ് ദ പ്രോസസ് ഐ ഡി ഓഫ് ദി ചൈൽഡ് പ്രോസസ്. ഓക്കെ, അപ്പം ഒരു ഇൻഡിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഈ പ്രോസസ് ഐ ഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് system_sys_bar_types.h ഉള്ള ഹെഡർ ഫയലിലായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം, ഫോർക്ക് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ sys_bar_types.h എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഈ ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കോപ്പി പ്രോഗ്രാം ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ ഈ ഇൻറ്റും മെയിനും എല്ലാം ഒരു കോപ്പി പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാവും. എന്നിട്ട് ഈ ഫോർക്കിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ്, ഈ പ്രിന്റ്എഫ് ആണ്. ഈ പ്രിന്റ്എഫ് മുതലായിരിക്കും പേരന്റും ചൈൽഡ് പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ പേരന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും, അതുപോലെ ചൈൽഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 2 ഹലോ വേൾഡ് ആയിരിക്കും. ഒരു ഹലോ വേൾഡ് അല്ല, 2 ഹലോ വേൾഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലായോ? കാരണം ഇതിന്റെ ഒരു കോപ്പി ഉണ്ടായി, ആ കോപ്പി അത് ചൈൽഡ് പ്രോസസ്, ആ ചൈൽഡ് പ്രോസസ്സും ഈ പേരന്റ് പ്രോസസ്സും കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെ വേണേലും ആവാം. അപ്പം അത് എവിടെ മുതലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫോർക്ക് എവിടാണോ കോൾ ചെയ്തത് അതിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് മുതലായിരിക്കും അതിന്റെ രണ്ടിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. സോ നമുക്ക് 2 ഹലോ വേൾഡ് ആയിരിക്കും നമ്മളുടെ റിസൾട്ടിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം, പേരന്റും ചൈൽഡിനെ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം നോക്കിയേ, ഇവിടെ ഞാൻ ഫോർക്ക് കോൾ ചെയ്യുന്നുണ്ട്. ഈ ഫോർക്ക് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ പ്രോഗ്രാം ഒക്കെ എങ്ങനെയാ? നമ്മള് സി ആണല്ലോ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിനെ .c എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഫയൽ നെയിം .c എക്സ്റ്റൻഷൻ വെച്ചിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? cc പ്രോഗ്രാം നെയിം .c/a.out എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഇതിന്റെ എക്സിക്യൂഷൻ റിസൾട്ട് എടുക്കേണ്ടത്. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് cc പ്രോഗ്രാം നെയിം .c, ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് .a.out. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ഈ ഫോർക്ക് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇവിടെ കോൾ ചെയ്യുമ്പോഴേക്കും
നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ തന്നെ ഈ പ്രോഗ്രാമിന്റെ ഒരു കോപ്പി ക്രിയേറ്റഡ് ആവും. ഇവിടെ ഒരു കോപ്പി ക്രിയേറ്റഡ് ആവും അല്ലെ. അപ്പൊ അത് ചൈൽഡ് പ്രോസസ് എന്ന് പറയാം. അപ്പൊ ഇത് നമ്മളുടെ പേരന്റ് പ്രോസസ് ആണ്. അതിനുശേഷം നമ്മൾ എങ്ങോട്ടും ഈ സ്റ്റേറ്റ്മെന്റ് മുതലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ. ഇപ്പം ഇതിപ്പോ പേരന്റ് ആണ് എങ്കിൽ ഈ ഫോർക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരിക്കലും 0 വരത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹെലോ ഫ്രം പേരന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതല്ല ഈ നമ്മളുടെ ചൈൽഡിലാണ് ഈ വരുന്നതെങ്കിൽ ഈ ഫോർക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 ആണ്. അപ്പൊ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഹെലോ ഫ്രം ചൈൽഡ് എന്നാണ്. സോ നമുക്ക് ഈ ഒരു എൻറ്റയർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. പേരന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഹെലോ ഫ്രം ചൈൽഡ് എന്നും, ചൈൽഡ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഹെലോ ഫ്രം ചൈൽഡ് എന്നും, പേരന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഹെലോ ഫ്രം പേരന്റ്, അങ്ങനെ 2 എണ്ണവും നമുക്ക് പ്രിന്റ് ചെയ്യും. കാരണം പേരന്റും എക്സിക്യൂട്ടഡ് ആവും, ചൈൽഡും എക്സിക്യൂട്ടഡ് ആവും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോർക്ക് ചൈൽഡ് പ്രോസസ്സിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0യും പേരന്റ് പ്രോസസ്സിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നോട്ട് 0 അല്ലെങ്കിൽ ചൈൽഡിന്റെ പ്രോസസ് ID ഇൻഫർമേഷൻ ആയിരിക്കും പേരന്റിലോട്ട് റിട്ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ യൂഷ്വലി ഇത് കോൾ ചെയ്യുമ്പോൾ ഈ ഫോർക്കിന് ശേഷമുള്ള ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോർക്ക് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 ആയിരിക്കും ചൈൽഡ് പ്രോസസ്സിലോട്ട് വരുന്നത്. സോ ഈ ഇഫിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ചൈൽഡിന്റെ അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയും എൽസിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് പേരന്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി നമുക്ക് ഫോർക്കിന്റെ അടുത്ത ഒരു സിനാരിയോ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇന്റ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് എനിക്ക് ആൻസർ പറയുക. അപ്പം ഇനിഷ്യലി ഇത്രയും മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഇന്റ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇനിഷ്യലി 1 ആക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫോർക്ക് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്ത, ചൈൽഡ് പ്രോസസ്സിൽ എക്സിന്റെ വാല്യൂ ഒന്ന് കൂട്ടാനും പേരന്റ് പ്രോസസ്സിൽ എക്സിന്റെ വാല്യൂ ഒന്ന് കുറയ്ക്കാനും. എന്നിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ഓരോരുത്തർക്കും കിട്ടുന്ന റിസൾട്ട് എന്തുവാണെന്ന് എന്നെ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സിസ്റ്റം കോളിലോട്ട് പോകാം. എക്സെക് സിസ്റ്റം കോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ നേരത്തെ കണ്ടു, ഫോർക്ക് സിസ്റ്റം കോൾ വെച്ചിട്ട് ഒരു പേരന്റിന്റെ തന്നെ കോപ്പിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചില സമയത്ത് നമുക്ക് അതിന്റെ ആ പേരന്റിന്റെ തന്നെ എക്സാക്ട് കോപ്പി കൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ പുതിയ ചൈൽഡ് പ്രോസസ്സിനെ കൊണ്ട് പുതിയൊരു ടാസ്ക് ചെയ്യിക്കുക. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെക് ഫംഗ്ഷൻ കോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കറണ്ട് റണ്ണിങ് പ്രോസസ്സിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ കോപ്പീനെ മാറ്റിയിട്ട് പുതിയ ഒരു പ്രോസസ്സിനെ അവിടെ കയറ്റുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെക് സിസ്റ്റം കോൾ ഉപയോഗിക്കുന്നത്. ഈ എക്സെക് സിസ്റ്റം കോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് unistd.hലാണ്. അപ്പൊ നമ്മൾ ആ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. എക്സെകിന്റെ പല വേർഷൻസ് ഉണ്ട്. ചില വേർഷൻസ് അനുസരിച്ച് നമ്മളുടെ ഈ സിൻടാക്സ് അല്ലെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യുന്നത് വ്യത്യാസം വരും. ഇനി നമുക്ക് ആദ്യം എക്സെക് VP എന്ന് പറയുന്ന കമാൻഡ് നോക്കാം. എക്സെക് VP എന്ന് പറയുന്നത് എന്താണ്? എക്സെക് VP കമാൻഡിൽ നമുക്ക് ഏത് പ്രോഗ്രാം ആണോ ലോഡ് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിന്റെ പേരും ഫയൽ നെയിമും പിന്നെ അതിന്റെ ഒരു നൾ ടെർമിനേറ്റഡ് അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സും ആയിരിക്കും എക്സെക് VPയിലെ ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടി പറയാം. എക്സെക് VP സിസ്റ്റം കോൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. പേരന്റിന്റെ എക്സാക്ട് കോപ്പി ക്രിയേറ്റ് ചെയ്ത് ചൈൽഡ് അത് രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുന്നതിന് പകരം എനിക്ക് ചൈൽഡിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കണം, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ എക്സെക് VP സിസ്റ്റം കോൾസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആ എക്സെക് VP സിസ്റ്റം കോളിൽ നമുക്ക് എന്താണോ എക്സിക്യൂട്ട് ചെയ്യിക്കേണ്ടത് ആ ഫയൽ നെയിം ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. കൂടാതെ ഒരു നൾ ടെർമിനേറ്റഡ് അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ് ആയിരിക്കും സെക്കൻഡ് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. നിങ്ങൾ ഇവിടെ നോക്കുന്നുണ്ടാവും. ഇവിടെ ഞാൻ ഒരു ആർഗ്യുമെന്റ് ലിസ്റ്റ് ആയിട്ട് ls കമാൻഡാണ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ls കമാൻഡാണ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നത്. ls -l എന്നുള്ള ls എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാനാണ്. എന്നിട്ട് ഞാൻ ഒരു ലിസ്റ്റ് നൾ ടെർമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പാസ് ചെയ്യുന്ന കമാൻഡ് ls-ഉം പിന്നെ ഞാൻ ആർഗ്യുമെന്റ്സ് നൾ ടെർമിനേറ്റഡ് സ്ട്രിംഗ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ആർഗ്യുമെന്റ് ലിസ്റ്റും. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾ നോക്കിയേ, ഇന്റ് സ്റ്റാറ്റസ് കോഡ് ഒരു വേരിയബിൾ സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്ന വേരിയബിൾ ഈസ് ഈക്വൽ ടു എക്സെക് VP ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. അപ്പൊ എക്സെക് VPയിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഏത് ഫയലാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത്. അപ്പം ഇവിടെ ഞാൻ ആ കമാൻഡ് കൊടുത്തു.
ഏതാണ് LS എന്ന് പറയുന്ന കമാൻഡാണ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ LSനൊപ്പം പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ് ലിസ്റ്റ് വിത്ത് നൾ ടെർമിനേറ്റഡ്, നള്ള് വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്ത ആർഗ്യുമെന്റ് ലിസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി സ്റ്റാറ്റസ് കോഡ് ഈസ് ഈക്വൽ ടു 1 ആണ് എങ്കിൽ പ്രോസസ് ഡിഡ് നോട്ട് ടെർമിനേറ്റ് കറക്റ്റ്ലി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പ്രോഗ്രാം ഇതിനകത്ത് ഇപ്പം ഞാൻ പാരന്റും ചൈൽഡും ഒന്നുമില്ല, സിംപ്ലി എക്സെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം എഴുതി വെച്ചേക്കുവാണ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്, LS കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം കറന്റ്ലി നമ്മുടെ പാർട്ടിലുള്ള ലിസ്റ്റ് ഫയലുകൾ ലിസ്റ്റ് ചെയ്യും അല്ലെ. ഇതാണ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോഗ്രാം നമ്മൾ വീണ്ടും വരികയാണ്, ഫോർക്കിന്റെ തന്നെയാണ്. ഇവിടെ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സുകൾ, ചൈൽഡ് ആണെങ്കിൽ ചൈൽഡിന്റെ ID, ചൈൽഡിന്റെ പേരന്റ് ഏതാണോ അവരുടെ ID. ഓക്കെ, അപ്പൊ പേരന്റ് ആണെങ്കിൽ പേരന്റിന്റെ ID, അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങൾ 2 ഫംഗ്ഷൻസ് എക്സ്ട്രാ കാണും. ഗെറ്റ് PID മീൻസ് ഗെറ്റ് പ്രോസസ് ഐഡിയും ഗെറ്റ് PPID മീൻസ് ഗെറ്റ് പേരന്റ് പ്രോസസ് ID. ഈ 2 ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറണ്ട് പ്രോസസ്സിന്റെ പ്രോസസ് ഐഡി അറിയണമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഫംഗ്ഷൻ കോള് ഗെറ്റ് PIDയും ആ ചൈൽഡിന്റെ പേരന്റ് ഏതാണെന്ന് അറിയേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കോള് ഗെറ്റ് PPID. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് നോക്കിയേ. ഇവിടെ PID TP, അത് PID T ആയിട്ട് P വേരിയബിൾ വേണേ ഡിക്ലെയർ ചെയ്യാം. ഇന്റ് P കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്തു. ഫോർക്കിന്റെ വാല്യൂ ഈ Pയിലുണ്ട്. അപ്പം അത് ചൈൽഡിലോട്ട് എന്ത് റിട്ടേൺ ചെയ്യും, 0യും, പേരന്റിലോട്ട് എന്ത് റിട്ടേൺ ചെയ്യും, ഗ്രേറ്റർ ദാൻ 0യും. അപ്പം ഇഫ് P is equal to 0 ആണ് എങ്കിൽ ഈ പ്രോഗ്രാമിന്റെ തന്നെ ഒരു കോപ്പി ആയിരിക്കുമല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ P is equal to ഫോർക്ക് എന്ന് പറയുന്ന ഈ എക്സാക്ട് നമ്മൾ കണ്ട പ്രോഗ്രാമിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇഫ് മുതലായിരിക്കും, 2 എണ്ണത്തിലും, പേരന്റിലും ചൈൽഡിലും. അപ്പം ഇവിടെ ഇപ്പൊ ചൈൽഡ് വരുവാണെങ്കിൽ, ചൈൽഡാണ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ഇഫ് P is equal to 0 ആണല്ലോ, കണ്ടീഷൻ ട്രൂ ആണല്ലോ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ആ ചൈൽഡിന്റെ ID പ്രിന്റ് ചെയ്യും. അതിന്റെ പേരന്റ് ഏതാണോ ആ പേരന്റിന്റെ ID പ്രിന്റ് ചെയ്യും. ഓക്കെ, അതാണ്. എൽസ് കയറത്തില്ല. ഇനി പേരന്റ് ആണെങ്കിൽ ഈ എൽസ് പാർട്ട് ആയിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അയാള് ആ പേരന്റ് ഉണ്ടല്ലോ, ആ പേരന്റിന്റെ ID പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ചൈൽഡ് ID ഏതാണെന്ന് ഇവിടെ P വാല്യൂയിൽ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ചൈൽഡ് ID അതുപോലെ തന്നെ ഗെറ്റ് PID ഉപയോഗിച്ചിട്ട് പേരന്റിന്റെ IDയും പ്രിന്റ് ചെയ്യുന്നു. അപ്പം ഇത്രയും ഇത് നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. താങ്ക് യു. ഇത്രയും ചെയ്തിട്ട് വരിക.